നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് അധികാരികൾ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നാൽ ഹിമാചൽ പ്രദേശിലെ ലൗഹോൾ സ്പിറ്റി ജില്ലയിലെ പിൻ വാലിയിലുള്ള ഒരു കൂട്ടം ഗ്രാമീണർക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. റോഡില്ലെങ്കിൽ വോട്ടില്ല. വരാനിരിക്കുന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ അതിജീവന പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹിമാചലിലെ ഏറ്റവും ദുർഘടമായ പ്രദേശങ്ങളിൽ ഒന്നാണ് പിൻവാലി. ഇവിടുത്തെ കുറേ ഗ്രാമങ്ങൾ ഇന്നും പുറം ലോകവുമായി കൃത്യമായി ബന്ധിക്കപ്പെട്ടിട്ടില്ല. പ്രധാനമായും ടാസ്രിഗാം, ഖാങ്സർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകളാണ് ഈ കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി ഇവർ ഒരു റോഡിനായി മുറവിളി കൂട്ടുന്നു. വാഗ്ദാനങ്ങൾ പലതുണ്ടെങ്കിലും പ്രവൃത്തിപഥത്തിൽ ഇന്നും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തടയാൻ അവർ തീരുമാനിച്ചത്. ഈ പ്രതിഷേധം വെറുമൊരു പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ല. ഗ്രാമത്തിലേക്കുള്ള കവാടങ്ങൾ അവർ അടച്ചു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അവരുടെ പ്രതിനിധികളെയും ഗ്രാമത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. നോ റോഡ് നോ വോട്ട് എന്നെഴുതിയ ബാനറുകൾ ഗ്രാമത്തിലുടനീളം കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലുള്ള ഈ തണുത്തുറഞ്ഞ പ്രദേശത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അവർക്ക് ഇത്രമേൽ കഠിനമായ നിലപാട് എടുക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്രാമവാസികൾ ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത്? ഹിമാചലിലെ ശൈത്യകാലം അതികഠിനമാണ്. മഞ്ഞുവീഴ്ചയുണ്ടായാൽ മാസങ്ങളോളം ഇവർ ഒറ്റപ്പെടും. ഒരു അടിയന്തര വൈദ്യസഹായം വേണമെന്നുണ്ടെങ്കിൽ പോലും രോഗിയെ കിലോമീറ്ററുകളോളം ചുമലിലേറ്റിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. ഗർഭിണികൾക്കും വയോധികർക്കും ഈ യാത്ര മരണതുല്യമാണ്. തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾക്ക് തങ്ങളുടെ ജീവന്റെ വിലയുള്ള റോഡ് നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഭരണകൂടം ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ വഴങ്ങുന്നില്ല. മുൻപും പലതവണ ഇത്തരത്തിൽ ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തങ്ങൾ വീണ്ടും വിസ്മരിക്കപ്പെടുകയാണെന്നുമാണ് ഗ്രാമീണരുടെ പക്ഷം. ഈ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിലൂടെ സർക്കാരിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. വികസനം കടന്നു ചെല്ലാത്ത ഇന്ത്യയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളുടെ ഒരു പ്രതീകമാണ് പിൻവാലി. ജനാധിപത്യം അർത്ഥവത്താകണമെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. പിൻവാലിയിലെ ഈ പ്രതിഷേധം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.